ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പിസ്സ ബോക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും പിസ്സയുടെ ടേസ്റ്റ് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ അതേപോലെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ 1 കപ്പ് കോൺ എടുത്തിട്ടുണ്ട്, സ്വീറ്റ് കോണാണ്. അത് നിങ്ങൾക്ക് ഫ്രോസൺ കിട്ടുകയാണെങ്കിൽ ഫ്രോസൺ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഫ്രോസൺ ഇല്ലാത്തത് കാരണം ഞാൻ മുഴുവൻ കോൺ എടുത്തിട്ട് ഉതിർത്തി എടുത്തതാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ചെറിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റോ ചോപ്പ് ചെയ്തിട്ടോ എടുക്കാം. ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വെളുത്തുള്ളി മാത്രം ചേർത്താലും മതി. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ചിക്കൻ്റെ പീസും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറ് ഒന്നൊരു വൈറ്റ് കളർ ആവുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പം അതേ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ വേഗം കുക്കായിക്കോളും. ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വരുമ്പോഴേക്ക് ഫുൾ കുക്കായിക്കോളും. ഇനി ഇതിലേക്ക് കോണ് ചേർക്കുന്നുണ്ട്. ഇത് ഫ്രഷ് കോണായത് കാരണം ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രോസൺ ആണെങ്കിൽ അത്രയും സമയം പോലും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്നും അധികം കുക്കാവേണ്ടയില്ല, അതിൻ്റെ ഒന്നും ക്രഞ്ചിനെസ് പോവാതെ വിധത്തിൽ വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർക്കാം. ക്യാപ്സിക്കവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അത് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ വേണ്ടുന്നത് കുറച്ച് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മിക്സഡ് ഹെർബ്സ് ഉള്ളതാണെങ്കിൽ അത് ചേർത്താലും മതി. ഒറിഗാനോ ഉള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളത് ചേർക്കാം. നിങ്ങൾ പിസ്സയിലൊക്കെ ചേർക്കുന്നത് പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഹെർബ്സ് ഇതിൽ യൂസ് ചെയ്യാം. ഞാനിപ്പം ഒറിഗാനോ ആണെന്ന് ഒറിഗാനോ കുറച്ച് നല്ലോണം തന്നെ ഇടുന്നുണ്ട്, എങ്കിലാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഒറിഗാനോയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ സോസുകളാണ് ചേർക്കേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ സോസിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകുന്ന, അധിക സമയമൊന്നും കുക്ക് ചെയ്യേണ്ടതില്ല. ഒന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കണം. ഇതിൻ്റെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഓവർ തിക്കായി പോവണ്ട. ഇനി ഈ നമ്മുടെ ഉണ്ടാക്കിയ ഫില്ലിങ് ചൂടാറിക്കഴിഞ്ഞാൽ അതിൽ 1 കപ്പോളം ഗ്രേറ്റഡ് ചീസ് കൂടെ ചേർക്കാം. മൊസറല്ല ചീസാണ് ഞാൻ ചേർക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു കപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ചീസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. സമൂസ ഷീറ്റാണ് എടുക്കുന്നത്. സമൂസ ഷീറ്റ് ഒരു ഷീറ്റ് നീളത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലയിൽ ആ പേസ്റ്റ് സെൻട്രലായിട്ട് പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഷീറ്റും കൂടെ വെക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മുടെ സൈഡിൽ നിന്നുള്ള ഷീറ്റ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ ഒന്ന് പേസ്റ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം
വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ ഭാഗത്തു നിന്നും ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പേസ്റ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, അല്ലെങ്കിൽ ഇത് എണ്ണയിലിടുന്ന സമയത്ത് തുറന്നു പോകും. അപ്പം എല്ലാ ഭാഗവും ബ്രഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 10-15 പിസ്സ ബോക്സ് കിട്ടും. നമുക്കിത് റെഡിയാക്കി ഫ്രോസൺ ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനിത് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം കുക്കാവണം എന്നൊന്നുമില്ല, രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ തന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.